ഏതൊരാളെ ചൂണ്ടിയിട്ടും ഷെയ്ത്വാൻ കളവ് പറയും എന്ന് പച്ചയിൽ ഖറാഫി ഇമാം പറഞ്ഞു. അത് നസ്വിഹത്തുൽ ലബീബിൽ സുംഹൂദി ഇമാം ഉദ്ധരിച്ചു. അത് ശരിയാണ്, റബ്ബാണെന്ന് വരെ പിശാച് വാദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിന് അംഗീകാരം കൊടുത്തു. ഇതൊക്കെ ഉണ്ടായിട്ട് അതിനൊക്കെ നിഷേധിക്കാൻ വേണ്ടി പിന്നെ മൗലവി കളിച്ച ഒരു നാടകമാണ് മഖ്തൂത്ത് നാടകം എന്ന് പറയുന്നത്. കാരണം മൗലവിക്ക് ഈ കയ്യെഴുത്ത് പ്രതി ഒരിക്കലും മറക്കൂല. നൗഷാദ് ജീവിതത്തിൽ മറക്കൂല. കാരണം എന്താണെന്നറിയോ? നസ്വീഹത്തുൽ ലബീബിന്റെ ഒരു കയ്യെഴുത്ത് പ്രതി അൾജീരിയയിൽ നിന്ന് പോന്നിട്ട് വർഷങ്ങളായി. ഇന്ന് വരെയും ആ കയ്യെഴുത്ത് പ്രതി ഇവിടെ എത്തിയിട്ടില്ല. ഇനി ഇലാ യൗമിൽ ഖിയാമ എത്തുകയുമില്ല. പാച്ചക്കളവ് നസീഹത്തുൽ ലബീബിന്റെ പേരിൽ ഇമാം സുംഹൂദി തങ്ങളുടെ പേരിൽ പറഞ്ഞപ്പോ നമ്മളത് പിടികൂടി. അത് കളവാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വാചകം മൗലവി പറയുന്നത് പോലെ ആ കിതാബിലില്ല, അത് കയ്യെഴുത്ത് പ്രതിയിലില്ല എന്ന് പറഞ്ഞ് അതിന്റെ ഒറിജിനൽ കയ്യെഴുത്ത് പ്രതി നമ്മൾ അസ്ഹർ ഷെരീഫിൽ നിന്ന് കൊണ്ടുവന്നു. മൗലവി പറഞ്ഞു അത് അൾജീരിയയിൽ നിന്ന് അതിന്റെ കയ്യെഴുത്ത് പ്രതി വേറെ ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അല്ലേ? അങ്ങനെ മഖ്തൂത്ത് വെച്ച് മൗലവിയെ നമ്മൾ വരപ്പിച്ചിട്ടുണ്ട്, മൂക്കുകൊണ്ട് ക്ഷായും വരപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മൗലവി ഈ മഖ്തൂത്ത് കൊണ്ട് ഒരു കളി കളിച്ചോ നോക്കാം എന്ന ഒരു ധാരണയിലാണ് ഈ സാധു ജാഹിലായ മൗലവി നെറ്റിൽ നിന്ന് കുറച്ച് മഖ്തൂത്തുമായി വന്നിരിക്കുകയാണ്. എന്തൊരു തമാശയാണ്! അതാണ് കാര്യമായിട്ടുള്ള ആഘോഷം. സുബ്ഹാനല്ലാഹ്, ഞാൻ ചിന്തിച്ചു നോക്കണം, എത്ര വലിയ സാധുക്കളാണ് ഈ ജാഹിലീങ്ങൾ, എത്ര വലിയ ജാഹിലീങ്ങളാണ്. ഒരു മനുഷ്യനെ അറിയില്ല എന്ന അറിവെങ്കിലും ഉണ്ടാണ്ടേ? അതുമില്ല. നിസ്ഫുൽ മിലാദിരി അതും അറിയില്ല. കാരണം നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്നൊക്കെ ഓടി ഈ കോമാട്ടിജാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന ഏതോ കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്ന അദ്ദേഹത്തിന്റെ കൂടെ ആ ജഹാലത്തിലല്ലേ ഉള്ളത്. അപ്പോ ഇവര് നെറ്റിൽ നിന്നും സെർച്ച് ചെയ്തപ്പോൾ ഒരു 6 മഖ്തൂത്ത് കിട്ടിപ്പോൽ. സുബ്ഹാനല്ലാഹ്, 6 മഖ്തൂത്ത് കിട്ടിയിട്ട് അതിൽ വാവുണ്ട്, ഫാ ഉണ്ട്, ഇത് കണ്ടില്ല. അങ്ങനെ ലോകത്ത് ഒരു ഇത് എന്ന് പറയുന്ന മഖ്തൂത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് സുബ്ഹാനല്ലാഹ് വരുന്നത്. എന്തൊരു തമാശയാണ്! എന്നിട്ട് അതല്ല രസം, ഇത് എന്നത് ഇല്ലത്തിനാണ്. അപ്പൊ വാവാകുമ്പോ ഇല്ലത്തിന് വരൂല, ഫ ആണെങ്കിലും ഇല്ലത്തിന് വരൂല എന്ന് പറഞ്ഞിട്ടാണ് ഈ ജാഹില് ആഘോഷിക്കുന്നത്. ഞാൻ ഈ ആഘോഷമൊക്കെ ഒന്ന് തീരുന്നത് വരെ വെയിറ്റ് ചെയ്തതാണ്. ഇവരെ ആഘോഷങ്ങളൊക്കെ ഒന്ന് തീരട്ടെ എന്ന് പറഞ്ഞിട്ട് പുളിക്കൽ വന്നിട്ട് അലറുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു തരത്തിലുള്ള അലറലാണ്! ശറഉൽ ഖായിദ് ഓതി കൊടുക്കുന്ന സമയത്ത് അവിടെ തെഫിയന്റെ ഫാ വരുന്ന സ്ഥലത്ത് ഞാൻ കുട്ടികളോട് പറഞ്ഞു, ശരിക്കും മനസ്സിലാക്കണം ഫാ, അല്ലെങ്കിൽ ഔഷാദായി പോകുന്നു പറഞ്ഞു. അറിവില്ലായ്മയും നാണമില്ലായ്മയും ഒരുമിച്ച് ചേർന്നാൽ അതിന് ഔഷാദായി മാറും. അത് രണ്ടും ഇല്ലാതിരിക്കണം, എന്നാലേ ഔഷാദാവുള്ളൂ, ഗുരുവട്ടൂരികളാവുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, മൗലവിനെ ഞാൻ നന്നായി പഠിപ്പിക്കാണ്. വാ ഇല്ലത്തിന് വരുമല്ലേ, ഫാ ഇല്ലത്തിന് വരുമല്ലേ, ഇത് ഇല്ലത്തിന് വരുമല്ലേ എന്ന് നമ്മൾ നന്നായി പഠിപ്പിക്കണം. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഹിജറ 1033-31 വഫാത്തായ മഹാനാണ് ഇമാം അബ്ദുർ റഊഫുൽ മുനാവി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ കിതാബാണല്ലോ ഫൈദുൽ ഖദീർ. ആ ഫൈദുൽ ഖദീറിന് 150-ലധികം മഖ്തൂത്തുകളുണ്ട്. ഇവന്റെ 6 150-ലധികം മഖ്തൂത്തുകളുണ്ട്. വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അതിൻ്റെ ഇബാറത്തുകൾ വന്നിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അതിൽ കേട്ടെഴുത്തുണ്ടാവും. കാരണം ഇത് വന്നാലും വാവ് വന്നാലും ഫാ വന്നാലൊക്കെ ഒരേ അർത്ഥമാണ്. അത് ഈ ജാഹിലിനെ ആ കോമാട്ട് ജാലിൽ അബ്ദുള്ള പറഞ്ഞു പറ്റിച്ചു. ഞാൻ പറഞ്ഞേ, ഇവനെ ആരോ കുരങ്ങ് കളിപ്പിക്കുന്ന ഒരു ടീമുണ്ട്. അപ്പൊ ഈ ജഹാലത്ത് പറഞ്ഞ് നമ്മുടെ മുത്തഅല്ലിമീങ്ങളുടെയും ഉലമാഇന്റെയും ഇടയിൽ ഇങ്ങനെ ജഹാലത്ത് പറയാൻ നാണല്ല, ഞാൻ പിന്നെന്ത് ചെയ്യാനാ? അപ്പൊ ഇതെല്ലാം ഒരേ മാനക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കിതാബ് അതിൻ്റെ ആശയം പറഞ്ഞ് അത് കേട്ടെഴുതുന്നവരുണ്ടാവും. അപ്പം ആശയത്തിൽ ഒരേ ആശയത്തിലുള്ള വാവ് ചിലർ എഴുതിയിട്ടുണ്ടാവും, ഫ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ പല നിലക്കും മഖ്തൂത്തുകളിൽ ആശയത്തിൽ മാറാതെ ലഫ്ദിൽ മാറ്റമുണ്ടാവും. അതാണ് മഅന കൊണ്ടുള്ള റിവായത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള റിവായത്തിൻ്റെ വിഷയത്തിലുള്ള ഇഖ്തിലാഫാത്ത് ഉണ്ടാകും. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ നെറ്റ് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ 6 മഖ്തൂത്ത്, നൗഷാദ് വിചാരിച്ചു ഇത് ഓനക്ക് മാത്രം കിട്ടുന്നൊരു സംഗതിയാണെന്നാ. ഞാൻ പരിശോധിച്ചപ്പോൾ 6 കിട്ടിയത്. മൗലവി, ഈ നെറ്റിലെ ഈ ഗൂഗിൾ എന്ന് പറയുന്ന 6 കയ്യിലും കിട്ടുന്ന സാധനമാണ്. അത് 6 ഈജിപ്ത് അടക്കമുള്ള വിവിധ രാഷ്ട്രങ്ങളിൽ, വിവിധ യൂണിവേഴ്സിറ്റികളിൽ അവിടെ ഇതിൻ്റെ മഖ്തൂത്തുകൾ ലഭ്യമാണ്.
150-ലധികം മഖ്തൂത്തുകളുണ്ട്, ധാരാളം മഖ്തൂത്തുകളുണ്ട്. പറയട്ടെ, ഇനി ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ നൗഷാദ് എന്താ കൊണ്ടുവരുന്നത്? നൗഷാദ് കൊണ്ടുവരട്ടെ, ആ മഖ്തൂത്തിന്റെ കാര്യം പറഞ്ഞു വരട്ടെ. എന്നിട്ട് ഇവര് ചെയ്ത പണി എന്താ നിങ്ങള്? ആദ്യം പറഞ്ഞ ചോദ്യത്തിന്റെ മറുപടി ഉണ്ടായിരുന്നു, സ്വപ്നത്തിൽ കേട്ട ഹുക്കുമനുസരിച്ച് ജീവിക്കണ്ട. അത് പറഞ്ഞതിന്റെ ഇല്ലത്തായി കാരണമാക്കി ഇതിലായം തനിവു അഖ്ലെന്ന് വായിച്ചു. ഇതിലായം തനിവു അഖ്ലൻ. ഇതിൽ പലരും മന്ദിക്കും, ഇത് അപ്പൊ ഇത് ഇല്ലത്താണ്, മഅലൂലായത് ഏതാ, നേരത്തെ പറഞ്ഞതാണ്, അപ്പൊ ഇത് ശറയിൽ തന്നെ അംഗീകരിച്ചത് കൊണ്ടാണ് ഇല്ലത്തായി കൊണ്ടുവന്നത്. അത് നിങ്ങൾക്ക് കിതാബ് തെറ്റിയതാ, കിതാബ് നോക്കുന്നത് പോലെ നോക്കാത്തത് കൊണ്ടാണ്. ഇതിലായം തനിഉ എന്നല്ല അവിടെ ഉള്ളത്, ഇത് അവിടെ ഇല്ല, വലായം തനിഉ എന്നാ കിതാബിലുള്ളത്. കിതാബ് ഞങ്ങൾക്ക് തെറ്റിയതല്ല, നിനക്ക് കിതാബ് തിരിയാത്തതുകൊണ്ടാ. നന്നായി പഠിക്കണം. വേണ്ടതെന്ന് വെച്ചാൽ കോമാട്ട് ജാലിൽ അബ്ദുല്ലാനെയും നൗഷാദിനെയും കുരുവട്ടൂരിലെ സകല എണ്ണത്തിനെയും പിടിച്ചു കൊണ്ടുവന്ന് മീസാ മുതൽ പഠിപ്പിക്കണം, ചൂരൽ കൊണ്ട് അടിച്ച് പഠിപ്പിക്കണം, തുടക്കം മുതൽ. എന്നാലേ ശരിയാവുള്ളൂ. ഈ വാവും ഫാവും ഇതും ഇതിൻ്റെയൊക്കെ മാന ഖയാരി ഓതുന്ന മുത്താലിമീങ്ങൾക്കറിയില്ലേ? എന്നിട്ട് ഒരു നാണവുമില്ലാതെ പറയാണ് വാവാകുമ്പോ താലീലിന്റെ മാന കിട്ടൂല, ഇല്ലത്തിന്റെ മാന കിട്ടൂലെന്ന്. ആര് പറഞ്ഞിടൂ? ആര് പറഞ്ഞു കിട്ടൂലെന്ന്? ആരാ എന്നോട് പറഞ്ഞത് ഈ ജഹാലത്ത്? പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിരവധി നുസ്ഖകൾ, നിരവധി കോപ്പികൾ ഈ വിഷയത്തിലുണ്ട്. അതിൽ വാവുണ്ട്, നമ്മൾ നിഷേധിച്ചിട്ടില്ല. ഇനി നൗഷാദ് കൊടുന്ന വാവിന്റെ കാര്യം തന്നെ എടുക്കാം. നമ്മൾ വാവിന്റെ കാര്യം കൊടുന്നാൽ തന്നെയും ഇതിലായം തനിഉ എന്ന് പറയുന്ന അതേ അർത്ഥമാണ് വലായം തനിഉ എന്ന് പറഞ്ഞാലും കിട്ടുന്നത്. മനസ്സിലായോ? കാരണം സ്വപ്നത്തിൽ കണ്ടാൽ സ്വപ്നത്തിൽ കിട്ടുന്ന നിർദ്ദേശമനുസരിച്ച് ഒരു ഹുക്മ് സ്ഥിരപ്പെടൂല. എന്താ കാരണം? ഇതിലായം തനിഉ അഖ്ലൻ, പിശാചിന് അങ്ങനെ വരിക എന്നത് സാധ്യമാണ്. അതാണ് ഇതിന്റെ കാരണം. അതേ അർത്ഥം തന്നെയാണ് വലായം തനിഉ എന്ന് പറഞ്ഞാൽ, അതേ അർത്ഥം തന്നെയാണ് ഫലായം തനിഉ എന്ന് പറഞ്ഞാൽ. അതെല്ലാം ഒരേ മാനക്ക് വന്നതാണ്. പറയട്ടെ, നൗഷാദ് പറയട്ടെ. ഇവരെ വല്ലാതെ പിടികൂടൽ. നിങ്ങളൊക്കെ ഏർന്ന കിതാബ് ഓതി പഠിച്ച് ഞമ്മളെ മശായിഖന്മാരെ ഉറപ്പില്ലാതെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ്, വെറുതെ അല്ല. ഈ കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന ജാഹിൽ പറഞ്ഞത് കേട്ട് വന്നതാണ്, അല്ലാതെ കിതാബിൽ കണ്ടിട്ട് പറയല്ല. അല്ലെങ്കിൽ ഇതിന്റെ മാനക്ക് വാ വരൂല എന്ന്, ഇല്ലത്തിന്റെ മാനക്ക് വാവ് വരൂല എന്ന് ഏതെങ്കിലും കിതാബ് മറിച്ചോ? ഇല്ല. ഏതെങ്കിലും ഇമാമ് പറഞ്ഞോ? ഏതെങ്കിലും ലോത്തനിലുണ്ടോ? ഒന്നുമില്ല. പിന്നെന്താ തെളിവ്? കോമാട്ട് ജാലിൽ അബ്ദുള്ള പറഞ്ഞു, അല്ലേ? അതാ. അപ്പൊ ജാഹിരീങ്ങൾ പറഞ്ഞ്, ആ ജാഹിരീങ്ങൾ പറഞ്ഞത് കേട്ട് പറയുമ്പോൾ ഇതുപോലെ ജഹാലത്ത് പറയേണ്ടി വരും. ഞാൻ പഠിപ്പിച്ചു തരാം, ഞാൻ പഠിപ്പിച്ചു തരാ കാര്യങ്ങളൊക്കെ. മൗലവി ഒന്നും കൂടി പറയട്ടെ. ഇവരെന്താ വായിച്ച ഇതിലായം, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഇത് എന്ന് വായിച്ചാൽ നേരത്തെ പറഞ്ഞ ഹുക്കുമിന്റെ കാരണമാവും. ശറഅ് ഒരു ഹുക്കുമ് പറയാനുള്ള കാരണമായി ഇത് വരും. അപ്പോൽക്കൊരു ഉസാറായി, കാരണം ശറഇയായ ഒരു ഹുക്കുമിന് കാരണമായത് കൊണ്ടുവന്നല്ലോ. അങ്ങനെ കിട്ടൂല. അവിടെ വാവിട്ട് വലായം തനിഉ എന്നാ പറഞ്ഞ്, അത് പറയാൻ കാരണം അങ്ങനെ കിട്ടും, അങ്ങനെ കിട്ടും. ആ ഉഷാർ ഇപ്പോഴുണ്ട്. അത് ഇതാണെങ്കിലും വാവാണെങ്കിലും ഫ ആണെങ്കിലും അപ്പറഞ്ഞ ഉഷാറ് എപ്പോഴുണ്ട്. ഞങ്ങൾക്ക് ആ ഉഷാർ എപ്പോഴും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്തിന് ഇതേ ഉഷാർ ഖിയാമത്ത് നാൾ വരെയും ഉണ്ടാകും. മനസ്സിലായോ? അപ്പോ വാവ് വന്നാലും അതേ മാന കിട്ടും. ഇത് വന്നാൽ കിട്ടുന്ന മാന നൗഷാദിന്റെ പറഞ്ഞല്ലോ. ഇനിയിപ്പോ അതിലേക്ക് നമ്മൾ ചർച്ച പോകണ്ടല്ലോ. ഇനിയിപ്പോ മൗലവിക്ക് തർക്കം വാവ് വരുമ്പോഴല്ലേ പഠിപ്പിക്കാം. മൗലവി ഫൈദുൽ ഖദീർ എടുക്ക്, ഫൈദുൽ ഖദീർ എടുക്ക്. ഏതെങ്കിലും ആള് ഈ അടയാളിപ്പെടുത്തി തരുന്നത് മാത്രം നോക്കി വരല്ല മൗലവി, അതിന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒന്ന് നോക്കിക്കൂടെ? അതേ പേജ് എടുക്ക്, ബഹുമാനപ്പെട്ട ഫൈദുൽ ഖദീറിന്റെ അതേ പേജ്. അതിലെന്താ പറയുന്നത്? ബഹുമാനപ്പെട്ട ഇമാം മുനാവി റളിയല്ലാഹു അൻഹു ഹദീസ് കൊണ്ടുവരുന്നു. എന്താ ഹദീസ്? മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ളാ. ഈ ഹദീസ് എല്ലാവരും ശ്രദ്ധിച്ചോ. ആ സ്ക്രീനിൽ കിതാബ് കാണാം. മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ളാ. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ യഖ്ളത്തിലും കാണും. എന്താ കാരണം? വലാ യതമസ്സലു ശൈത്വാനു ബി. എന്താണ് കാരണം?
പിശാചിന് എൻ്റെ രൂപം പ്രാപിക്കാൻ കഴിയില്ല. ഇല്ലത്താണ് ഇവിടെ. ഇതാരാ പറഞ്ഞത്? വാളക്കുളം പറഞ്ഞതല്ല. പിന്നെയോ ഇമാം അബ്ദുർ റഊഫുൽ മുനാവി റളിയല്ലാഹു അൻഹു ഹദീസിന്റെ ശറഹ് എടുക്കുന്നത് നോക്ക്. അതിന്റെ ഈ മൗലവി വായിക്കുന്നതിന്റെ ഈ കളവുകളൊക്കെ നടത്തുന്നതിന്റെ നേരെ മുമ്പുള്ള തൊട്ട് മേലുള്ള വരിയാണിപ്പത്. അത് പോലും കണ്ടിട്ടില്ല. നോക്കൂ നിങ്ങൾ. അതിന് വലായത്തമസ്സലു ശൈത്വാനു ബി എന്ന് പറഞ്ഞതിന് ഇമാം അബ്ദുർ റഊഫുൽ മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി എന്താ വിശദീകരണം നൽകുന്നത്? ആ വാവ് ഇസ്തിനാഫുൻ, അത് ഇസ്തിനാഫിന്റെ വാവാണ്. ജവാബുൻ, ആ വാവിന് ശേഷം വരുന്നത് ഒരു ജവാബാണ്, ഒരു മറുപടിയാണ്. ആർക്കുള്ള മറുപടി? ലിമൻ ഖാല, ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ്. എന്താ ചോദ്യം? മാ സബബു ദാലിക, എന്താണ് അതിന്റെ കാരണം? ഏതിന്റെ കാരണം? അതിന്റെ തൊട്ടുമ്പ് പറഞ്ഞില്ലേ, എന്നെ സ്വപ്നത്തിൽ കണ്ടവന് എന്നെ യഖദത്തിലും കാണാൻ കഴിയും. അതിന്റെ കാരണം എന്താണ്? റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ അപ്പറഞ്ഞതിന്റെ കാരണം എന്താണ്? യാനി ലൈസ ദാലിക, റസൂലുള്ളാഹി തങ്ങളെ കാണുന്നത് അത് അല്ല. ലൈസ ദാലിക്കൽ മനാമു, ആ സ്വപ്നമല്ല. മിൻ ഖബീലി തമസ്സലി ശൈത്വാനി ബി, എൻ്റെ രൂപത്തിൽ രൂപാന്തരം പിശാചി രൂപം പ്രാപിച്ചു വരുന്ന ഇനത്തിൽ പെട്ടതല്ല. ഫി ഖയാലി റായി ബിമാ ശാഅ മിനത്ത് തഖയ്യുലാത്ത്, കാണുന്നവന്റെ മനസ്സിലേക്ക് പിശാചി ചില തോന്നലുകളും ചില കാഴ്ചകളൊക്കെ കൊണ്ടുവരുന്ന ഗണത്തിൽ പെട്ടതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. അത് എന്നെ നേർക്ക് ഒറിജിനലായി കണ്ടത് തന്നെയാണ് എന്ന് മുത്തുനബി പറഞ്ഞല്ലോ. അതിൻ്റെ കാരണം എന്താണ് എന്ന് ഒരാൾ ചോദിച്ചാൽ അതിൻ്റെ മറുപടിയിലാണ് ആ വാവിന് ശേഷം വരുന്നത്. കാരണം വലായത്തമസ്സലു ശൈത്വാനു ബി, കാരണം എൻ്റെ രൂപം പ്രാപിക്കാൻ പിശാചിന് കഴിയില്ല. കണ്ടോ? വാവ് ഇല്ലത്തിന്റെ വാവ. മനസ്സിലായല്ലോ? അവിടെ ഇമാം അബ്ദുർ റഊഫുൽ മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. കഴിഞ്ഞില്ല, ഇത് എത്ര ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട് നോക്ക് നിങ്ങൾ. ഫതുഹുൽ മുബ്ദി ബിശറഹി മുഖ്തസരി സബീദി എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷർഖാവി ബഹുമാനപ്പെട്ടവരുടെ കിതാബ്, ആ കിതാബിലും ഇതേ ഹദീസ് വിശദീകരിക്കുകയാണ്. എന്താണ് വിശദീകരണം നോക്ക് നിങ്ങൾ. വലായത്തമസ്സലു ശൈത്വാനു ബി എന്ന് പറയുന്ന ആ ഹദീസിന്റെ ആ വാചകത്തെ വലായത്തമസ്സലു ശൈത്വാനു ബി എന്നതിനെ വിശദീകരിക്കുന്നു. എന്താണ് അവിടെ പറയുന്നത്? വഹുവ കത്തസ്മീമി ലിൽ മഅനാ വത്തഅലീലി ലിൽ ഹുക്മി. കണ്ടോ? ആ വാവ് അവിടെ വന്നത് മഅനയെ പൂർത്തീകരിക്കാൻ വേണ്ടി വന്നതാണ്. അതോടൊപ്പം ശേഷം മുമ്പ് പറഞ്ഞ ഹുക്കുമിന്റെ താലീലുമാണ്. മുമ്പ് പറഞ്ഞ ഹുക്കുമിന്റെ ഇല്ലത്താണ്. ഐ ലാ യഹ്സുലു ലിശ്ശൈത്വാനി മിസ്ലു സൂറത്തി വലാ യതശബ്ബഹു ബിഹാ. കണ്ടോ? പിശാചിന് എൻ്റെ രൂപം പ്രാപിക്കാൻ കഴിയില്ല, അതിലവന് രൂപാന്തരപ്പെടാനും ശൈത്വാന് കഴിയില്ല എന്നതാണ് കാരണം. അപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞ ഹുക്കുമ്, ആ ഹുക്കുമിന്റെ ഇല്ലത്താണ് ഇവിടെ വാവിന് ശേഷം പറഞ്ഞത്. അപ്പൊ വാവ് ഇല്ലത്തിന്റെ മാനക്ക് വാവ് വരുന്നു. ഈ ഹദീസിനെ തന്നെ വിശദീകരിച്ചുകൊണ്ട് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പഠിച്ചോ മൗലവി? ഇപ്പൊ പഠിച്ചോ? എന്തിന് കിതാബ് ഓതാതെ നടക്കണം? ആരാ നിന്നോട് ഈ കഴിയാത്ത പണിക്ക് നിൽക്കാൻ പറഞ്ഞത്? കിതാബ് തിരിയാതെ ആരാ നിന്നോട് ഈ പണിക്ക് നിൽക്കാൻ പറഞ്ഞത്? അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇല്ലത്തിന്റെ മാനക്ക് ഫാ വരും, വാവും വരും. ഇപ്പൊ വാവിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വാവാണ് എന്ന് മൗലവി തന്നെ കാണിച്ച നുസ്ഖയിൽ, അതിൽ പിന്നെ സംശയമില്ലല്ലോ, തർക്കമില്ലല്ലോ. നമ്മൾ തർക്കമുള്ളത് വിട്ടിട്ട് തർക്കമില്ലാത്തതിലേക്ക് ആദ്യം കിടക്കുക. അപ്പൊ മൗലവി കൊണ്ടുവന്ന നുസ്ഖയിൽ വാവുണ്ട്, ആ വാവ് തന്നെ ഇല്ലത്തിന്റെ മാനക്കാണ് വരുന്നത് എന്ന് ഞാൻ ഇവിടെ വിശദീകരിച്ചു. അപ്പോ മുമ്പ് പറഞ്ഞ ഹുക്കുമിന്റെ ഇല്ലത്തായിട്ട് വാവ് ഉപയോഗിക്കും, ആ ഇല്ലത്ത് വിശദീകരിക്കാൻ വേണ്ടി വാവ് ഉപയോഗിക്കും. ഇനി നോക്കൂ നിങ്ങൾ, ഇനി മൗലവി കാണിച്ച ഒരു നുസ്ഖയാണ് ഫാ. മൗലവി തന്നെ കാണിച്ചതെടുത്താൽ പിന്നെ വേറെ നമുക്ക് തർക്കിക്കാനില്ലല്ലോ. മൗലവി കാണിച്ച മഖ്തൂത്താണിത്, ഇതിലെന്താണുള്ളത്? ഇതിൽ ഫാ ആണുള്ളത്. ഫാ തഫ്രീഇന്റെ ഫാ സാധാരണ നമ്മൾ വരും. ഞാൻ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കുട്ടികൾക്ക് മുതല്ലിമീങ്ങൾക്ക് ദർസ് നടത്തിയപ്പോൾ മനുഷ്യന്റെ കസ്ബിഖ്തിയാറുമായി ബന്ധപ്പെട്ട, മനുഷ്യന്റെ ഫ്രീ വില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു. ആ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ കൊണ്ടുവരും. ഫഇൻ ഖീല ധാരാളം പറയുന്നുണ്ട്. അതൊക്കെ തൊട്ടു മുമ്പുള്ള വിശദീകരണം, ആ വിശദീകരണം മനസ്സിലാക്കിയാൽ ഫഇൻ ഖീല, അപ്പോൾ ഇങ്ങനെ ചോദിക്കപ്പെട്ടാലോ, അപ്പോൾ എന്ന് പറഞ്ഞാൽ എപ്പോൾ,
അത് ആ വിശദീകരണം മനസ്സിലാക്കിയാൽ അപ്പോൾ തൊട്ടു മുമ്പുള്ള വിശദീകരണത്തിൽ നിന്നും ഉണ്ടായിത്തീരുന്ന സംശയങ്ങളാണ്. അതുപോലെ ശറഉൽ അഖായിദിൽ തന്നെ എത്രയോ തവണ നമുക്ക് കാണാൻ കഴിയും ഫാ, അത് ഒരു കിതാബ്. ഇങ്ങനെ ഫാഇന്റെ മാന നമ്മുടെ ഖയാലിക്ക് ഓതുന്ന കുട്ടികൾക്കറിയാം, മുത്തല്ലിമീങ്ങൾക്കറിയാം. ഫാ എന്നത് അത് തഫ്രീഇന്റെ ഫാ ആയിട്ട് വരും. അപ്പൊ തൊട്ടു മുമ്പുള്ള കാര്യത്തിന്റെ വിശദീകരണം ആ വിശദീകരണത്തെ തുടർന്നുണ്ടാകുന്ന കാര്യമാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല ലിഅന്നഹു ഖദ് സബത അന്നൽ ഖാലിഖ ഹകീമുൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് ഖാലിഖ്, അവൻ ഹക്കീമാണ്. ലാ യഖ്ലുഖു ഷൈഅൻ ഇല്ലാ വലഹു ആഖിബത്തുൻ ഹമീദത്തുൻ, അല്ലാഹു എന്ത് പടച്ചാലും അതിന്റെ പിന്നിലൊക്കെ ഒരു വലിയ ഹിക്മത്തുണ്ടാകും. വഇല്ലം നത്ലി അലൈഹ, ആ ഹിക്മത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എന്നൊരു വിശദീകരണം. ആ വിശദീകരണം പറഞ്ഞിട്ട് ഫജസംന, അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം. ഫജസം, അപ്പോൾ എന്ന് പറയപ്പോൾ അത് തൊട്ടു മുമ്പുള്ള ഈ വിശദീകരണം. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്, അള്ളാഹു ഹക്കീമാണ്, അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ പിന്നിലൊക്കെ ഒരു ഹിക്മത്തുണ്ടാകും എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവരാണ് ഫജസംന, അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ബിഅന്നമാ നസ്തഖ്ബിഹു മിനൽ അഫ്ആലി, നാം മോശമായി കാണുന്ന പ്രവൃത്തികൾ ഖദ് യകൂനു ലഹു ഫീഹാ ഹുക്മുൻ വ മസ്വാലിഹുൻ, അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടാകും. ഫജഅൽനാ, അപ്പോൾ നമ്മളാക്കിയാണ്ട അത് മുമ്പുള്ളതിലേക്കാണ്. അപ്പോൾ എപ്പോൾ ഈ പറയുന്ന വിശദീകരണം നീ മനസ്സിലാക്കിയാൽ ഫജഅൽനാ കസ്ബഹു ലിൽ ഖബീഹി, മനുഷ്യൻ മോശപ്പെട്ട കാര്യത്തെ കസ്ബ് ചെയ്യുന്നത് അതിനെ നമ്മൾ എന്താക്കി മഅ വുറൂദിൻ നഹ്യി അൻഹു, ശർഅ വിരോധിക്കലോടുകൂടെ ഒരു കാര്യം മോശമാണെന്ന് ശർഅ പറഞ്ഞൊരു കാര്യം മനുഷ്യൻ കസ്ബ് ചെയ്താൽ അതിനെ ഖബീഹൻ, അത് ഖബീഹാക്കുന്നു, സഫഹനാക്കുന്നു. മൂജിബൽ ഇസ്തിഹ്ഖാഖി ദമ്മി വൽ ഇഖാബി, അത് മുഖേന അവന് ഇഖാബ്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ കിട്ടാൻ അത് കാരണക്കാരനാക്കുന്നു. കണ്ടോ? അപ്പോൾ അതൊക്കെ തഫ്രീഇന്റെ ഫാ, അതിന് മുമ്പുള്ള വിശദീകരണം. അപ്പം മൗലവി കൊണ്ടുവന്ന ഈ നുസ്ഖ പ്രകാരം എന്താണ്, അതിലെന്താണുള്ളത്? അതിൽ ഫാ ആണ് വന്നിട്ടുള്ളത്. ആ ഫാ പ്രകാരം തന്നെ മൗലവി പറഞ്ഞ വാദത്തെ ഗണ്ണിക്കുകയാണ്. എന്താണ്? ഫലാ യംനഉ അഖലൻ എന്നാണ് അവിടെയുള്ളത്. അപ്പോൾ അഖലൻ മുഹാലല്ല. എന്ത്? എപ്പോൾ? നേരത്തെ പറഞ്ഞ വിശദീകരണം അതാണ്. സ്വപ്നത്തിലൂടെ കിട്ടിയ നിർദ്ദേശമനുസരിച്ച് നോമ്പെടുക്കാനോ മറ്റു ഹുക്കുമുകൾ സ്ഥിരപ്പെടുകയോ ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാരണം ആ വിശദീകരണത്തിൻ്റെ തുടർന്നുണ്ടായ ഫ ആണ്. ഫലായം തനി അഖലൻ, അപ്പോൾ അഖലൻ മുഹാലല്ല. അപ്പോൾ മൗലവി കൊണ്ടുവന്ന ഈ മഖ്തൂത്ത് പ്രകാരം തന്നെ മൗലവി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾ ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്. അത് ഈ സാധു മൗലവി അറിയുന്നില്ല. കാരണം ഇയാൾക്ക് എന്ത് ഖയാലി, എന്ത് വാവ്, എന്ത് ഫാ ഒക്കെ കണക്കാനല്ലേ. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? കോമാട്ടി ജാലിൽ അബ്ദുള്ള. അയാൾക്ക് എന്തെങ്കിലും അറിയോ? അയാൾക്ക് എന്തറിയാനാ? ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും എന്നെ വിളിക്കുന്നു, ഞങ്ങൾ കോമാട്ടി ജാലിൽ അബ്ദുള്ളൻ്റെ കൂടെ പഠിച്ചവനാണ്, അയാൾക്കൊന്നും തിരിയിലായിരുന്നു, പഠിക്കുന്ന കാലത്തെ ഉസ്താദുമാർ പലരും പുറത്താക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് വേറെ ചിലർ വിളിക്കുന്നു, ഞാൻ കോമാട്ടി ജാലിൽ അബ്ദുള്ളാനെ ഹിഫ്ള് പഠിപ്പിച്ച ആളാണ്, ഹിഫ്ളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. എപ്പോഴും ആ കാലത്തെ ഇതുപോലുള്ള ഈ കുരുത്തക്കേടുമായിട്ട് നടക്കുന്നൊരു മനുഷ്യനാണ്. അങ്ങനത്തെ ഒരാൾ പറഞ്ഞു കൊടുത്തതാണ് ഇവർക്ക്. പിന്നെ എങ്ങനെ ഈ ജഹാലത്ത് പറയാതിരിക്കും? അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ നിലക്ക് കിതാബിയായ ചർച്ചകൾ, ആ ചർച്ചകളൊക്കെ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കിതാബ് വെച്ചുകൊണ്ട് തന്നെ മറുപടിയാണ്. മൗലവി എന്താ പറഞ്ഞത്? വാവ് വരുമ്പോൾ ഇല്ലത്തിൻ്റെ മാന കിട്ടൂല, അത് കിട്ടും എന്ന് അതേ ഹദീസിന്റെ വിശദീകരണം വെച്ച് ഇമാം മുനാവി തങ്ങളടക്കമുള്ള ഇമാം ഷർഖാവി തങ്ങളടക്കമുള്ള മഹാന്മാരെ വിശദീകരിച്ച വിശദീകരണം വായിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ കിതാബിയായ ചർച്ചയിൽ നിന്ന് മൗലവിക്കൊന്നും നേടാനില്ല. ആ കിതാബിയായ ചർച്ചകൾ വരുമ്പോൾ ഒക്കെ തോറ്റ് തൊപ്പിട്ട് പോകും. നമ്മൾ കാര്യപ്രസക്തമായി പറഞ്ഞ ഒരു ചർച്ചയിലും മൗലവി അതിനെ കൃത്യമായ ഖണ്ഡനം പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറയല്? കളവ് ആവർത്തിക്കും.